ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പൊട്ടറ്റോ റോസ്റ്റാണ്. ചോറിനൊപ്പം കഴിക്കാൻ നല്ല അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. 3 മീഡിയം സൈസ് പൊട്ടറ്റോ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 വലിയ സവാള, 1 തക്കാളി, 2 പച്ചമുളക്, ഒരു 10-12 വെള്ളുള്ളി അല്ലി. അപ്പോൾ വെള്ളുള്ളി അല്പം കൂടുതൽ തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ ഒന്ന് കട്ട് ചെയ്ത് വരാം. ഈ വലിപ്പത്തിലാണ് ഞാൻ ഈ പൊട്ടറ്റോ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് കഴുകി നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടാകുന്ന സമയത്ത് ആ പൊട്ടറ്റോ പീസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് തിരിച്ചും മറിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് മൊരിഞ്ഞു പോകണ്ട. ഇങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടറ്റോ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. ഇപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഈ സമയത്ത് അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഞാനത് വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുത്തു. ഇനി നമ്മൾക്ക് അതിൽ ബാക്കി കുറച്ച് ഓയിലുണ്ട്. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചാൽ ബാക്കി ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത് കൂടാതെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ആ 2 സവാള ഇതേപോലെ വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്യണം. ആ പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. പിന്നെ വെള്ളുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള ഇത്തിരി കനത്തിൽ തന്നെ ഇരുന്നോട്ടെ. ഒരുപാട് അങ്ങോട്ട് നമ്മൾക്കിത് വഴന്ന് വരരുത്. റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ സവാളയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾക്ക് വേണം, പൊട്ടറ്റോയും സവാളയും. പിന്നെ അതൊന്ന് വഴന്ന് വരാനായിട്ടും കുറച്ച് പൊടി ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ചേർക്കാം. തക്കാളി കൂടി ചേർത്ത് ഒന്നുകൂടി നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. ശരിക്കും തക്കാളിയും സവാളയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. ഇതിപ്പോൾ ഇതേമാതിരി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് ശരിക്കുക, സെറ്റായി വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു 1/2 സ്പൂണിലധികം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയാണ്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലപ്പൊടിയാണ്, ഒരു 3/4 ടേബിൾ സ്പൂണ്. ഇതിൽ മല്ലിപ്പൊടി തീരെ ചേർക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി അതിലേക്ക് ആ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം, ഫ്രൈ ചെയ്തത്. ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊന്നും ഒരു പരാതി ഉണ്ടാവില്ല. എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. ഇനി അതിലേക്ക് നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നതിന് ശേഷം ഇത് നല്ലതുപോലെ തിളപ്പിച്ച് ഈ വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഉപ്പ് പോരാകുണ്ട്, കുറച്ച് ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊട്ടറ്റോയ്ക്കൊക്കെ ശരിക്കും ഒന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിച്ചോട്ടെ. ഇനി ഒരു 4 മിനിറ്റ് നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ്, ഒരല്പം ഫ്ലെയിം കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് കാണുമ്പോൾ അറിയാം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി സെറ്റാവേണ്ട. ഒരു 1-2 മിനിറ്റ് കൂടി നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഒന്നുകൂടി വറ്റി വരാനുണ്ട്. ഇപ്പോൾ ആ പൊട്ടറ്റോ ഒക്കെ ഉണ്ടല്ലോ ശരിക്കും വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ മസാലയ്ക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ വെള്ളമെല്ലാം വറ്റി നല്ല റോസ്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2 കറിവേപ്പില കൂടി ഇപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ആകുമ്പോൾ നല്ലൊരു മണവും ഗുണവും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മല്ലിപ്പൊടിയൊന്നും നമ്മൾ ചേർത്തിട്ടേ ഇല്ല, പകരം മീറ്റ് മസാലപ്പൊടിയാണ്. അതിൻ്റെ ഒരു നല്ല രുചി ഉണ്ടാവും. അപ്പോൾ നമ്മളെ പൊട്ടറ്റോ റോസ്റ്റ് അടിപൊളിയായിട്ട് ഇതവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലപോലെ ഇതാ വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി ഞാനതൊന്ന് വേറെ പാത്രത്തിലേക്കൊന്ന് പാത്തി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടിപൊളി പൊട്ടറ്റോ റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ, നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ പൊട്ടറ്റോ റോസ്റ്റ് മാത്രം മതി. എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.